മലപ്പുറം വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. വളാഞ്ചേരി ഇൻസ്പെക്ടർ സുനിൽ ദാസിനെയും SI ബിന്ദുലാലിനെയും സസ്പെൻഡ് ചെയ്തു. മലപ്പുറം SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. CV അനുമോദ വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, വേലിതന്റെ വിളവ് തന്നൊരു നടപടിയായിരുന്നു, അതിന് കൃത്യമായ നടപടിയെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്താണ് വിവരങ്ങൾ? പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് SP-യുടെ നിരീക്ഷണം. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അത്തരത്തിലുള്ളതാണ്. ഈ ഒരു സ്ഫോടക വസ്തു പിടിച്ചതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഈ ഭൂ ഉടമകളുടെ ക്വാറി നിൽക്കുന്ന ഇടത്തിന്റെ ഉടമകളായ ആളുകളെയും പ്രതി ചേർക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയും ഇടനിലക്കാരൻ വഴി നിസാർ, ഈ ഭൂമിയുടമയായിട്ടുള്ള നിസാറിനെ സമീപിക്കുകയും ചെയ്തു. അത്തരത്തിൽ പണം നൽകിയില്ലെങ്കിൽ, തങ്ങൾ ആവശ്യപ്പെടുന്ന പണം നൽകിയില്ലെങ്കിൽ ഇത്തരത്തിൽ കേസിൽപ്പെടുത്തുമെന്നായിരുന്നു ഇവരുടെ ഭീഷണി. അങ്ങനെയാണ് CIക്ക് 8 ലക്ഷവും SIക്ക് 10 ലക്ഷവും ഇടനിലക്കാരനായി നിന്ന് അസൈനാർക്ക് 4 ലക്ഷവും നിസാറിന് കൈക്കൂലി നൽകേണ്ടി വന്നത്. ഇത്തരത്തിൽ കൈക്കൂലി നൽകിയ കാര്യം, ഈ ഭീഷണിപ്പെടുത്തിയ കാര്യം SP-യെ അറിയിക്കുകയും SP-യുടെ നിർദ്ദേശപ്രകാരം തിരൂർ DYSP ഇക്കാര്യം അന്വേഷിക്കുകയും തുടർന്ന് നടപടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ SIയെ ഇന്നലെ തന്നെ പോലീസ് പിടികൂടി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി, അതുപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടാം പ്രതിയായിട്ടുള്ള CI ഗുരുവായൂർ സ്വദേശിയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം മുതൽ അവധിയിലാണ്. എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ക്വാർട്ടേഴ്സും വീടും കൂട്ടിയിട്ട നിലയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ CIക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. എന്നാലും വളരെ ഈ ഒരു കൃത്യവിലോപം, അതായത് നീതി നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ അതിന് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഉത്തരവാദിത്വം നടപ്പാക്കാതെ പ്രതികളെ, ഗുണ്ടകളെ പോലെ പിരിവ് നടത്തി കൈക്കൂലി വാങ്ങുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ തന്നെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. മാത്രമല്ല സേനയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും കർശന നടപടി എടുത്തിരിക്കുന്നത്. ഇരുവരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖല IG ആണ് ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെയുള്ള മറ്റ് നിയമ നടപടികൾ പുരോഗമിക്കുകയുമാണ്. ശരി, നന്ദി. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.